നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ സ്ഥിരമായ വരുമാനമില്ലാത്ത അവസ്ഥ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന ചികിത്സാ ചെലവുകൾ, സാമൂഹിക ഒറ്റപ്പെടൽ ഇവയെല്ലാം ഒരുമിച്ച് നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ 2026 അവതരിപ്പിക്കാൻ പോകുന്ന സീനിയർ സിറ്റിസൺ സപ്പോർട്ട് സ്കീം 2026 അഥവാ മുതിർന്ന പൗരന്മാർക്കുള്ള പിന്തുണ പദ്ധതി. ഈ വീഡിയോയിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും, പെൻഷൻ, ആരോഗ്യം, യാത്ര, ഭവനം, ഡിജിറ്റൽ സഹായം, യോഗ്യത എല്ലാം വിശദമായി നോക്കാം. സീനിയർ സിറ്റിസൺ സപ്പോർട്ട് സ്കീം 2026 ഒരു പെൻഷൻ പദ്ധതി മാത്രമല്ല, ഇത് ഒരു സമഗ്ര സാമൂഹിക സുരക്ഷാ ചട്ടക്കൂടാണ്. ഈ പദ്ധതി ശ്രദ്ധിക്കുന്നത് സാമ്പത്തിക സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, യാത്രാ സൗകര്യങ്ങൾ, ഭവന സുരക്ഷ, ഡിജിറ്റൽ ആൻഡ് സാമൂഹിക ഉൾപ്പെടുത്തൽ. ലക്ഷ്യം ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ അവസരം നൽകുക. പ്രതിമാസ പെൻഷൻ എങ്ങനെയായിരിക്കും? ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം തന്നെ മാസം 9,000 വരെ പെൻഷൻ ലഭിക്കുന്നതാണ്. ഈ തുക ഉപയോഗിച്ച് പലചരക്ക് സാധനങ്ങൾ, വൈദ്യുതി, വെള്ള ബില്ലുകൾ, മരുന്നുകൾ, ചെറിയ ഗാർഹിക ചെലവുകൾ ഇവയെല്ലാം മാന്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും 9,000 ഉറപ്പല്ല, ഇത് പരമാവധി തുകയാണ്. വരുമാനം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ അനുസരിച്ചായിരിക്കും തുക നിശ്ചയിക്കുക. പെൻഷൻ നൽകുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ (DBT) വഴിയായിരിക്കും, അഥവാ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഇടനിലക്കാരില്ല, കാലതാമസം കുറവും പൂർണ്ണ സുതാര്യതയും ഇതാണ് DBTയുടെ നേട്ടം. ആരോഗ്യ സംരക്ഷണം. കൂടാതെ പ്രായം കൂടുന്തോറും ആരോഗ്യ ചെലവുകൾ വർദ്ധിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പദ്ധതി നൽകുന്നത് പതിവ് ആരോഗ്യ പരിശോധനകൾ, താങ്ങാനാവുന്ന വിലയ്ക്ക് മരുന്നുകൾ, സർക്കാർ ആശുപത്രികൾ, എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ. ഇതിനു പുറമെ മെച്ചപ്പെടുത്തിയ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്. ഇത് ആശുപത്രിവാസ ചെലവ് കുറയ്ക്കും, ദീർഘകാല ചികിത്സയുടെ ഭാരം കുറയ്ക്കും, സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാകുന്ന തുക കുറയ്ക്കും. രോഗം വന്ന ശേഷം മാത്രം ചികിത്സയല്ല, പ്രതിരോധ പരിചരണവും ലഭിക്കുന്നതായിരിക്കും. യാത്രാ ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നതുണ്ട്. സ്വാതന്ത്ര്യം നിലനിർത്താൻ മൊബിലിറ്റി അത്യാവശ്യമാണ്. ഈ പദ്ധതി നൽകുന്നത് റെയിൽവേ യാത്രാ ഇളവുകൾ, സംസ്ഥാന ബസ് സർവീസുകൾ ഇളവുകൾ. ഇതിലൂടെ ആശുപത്രി സന്ദർശനം എളുപ്പമാകും, ബന്ധുക്കളെ കാണാൻ അവസരമുണ്ടാകും, സാമൂഹിക മതപരമായ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും. യാത്രാ ചെലവ് കുറയുമ്പോൾ ശാരീരിക ചലനം വർദ്ധിക്കും, മാനസിക ആരോഗ്യവും മെച്ചപ്പെടുന്നതായിരിക്കും. ഭവന സഹായവും ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷിതമായ ഭവനം മുതിർന്ന പൗരന്മാർക്ക് അത്യാവശ്യമാണ്. ഈ പദ്ധതിയിൽ സർക്കാർ ഭവന പദ്ധതികളിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. വാടക സഹായവും ലഭിക്കുന്നു. പ്രത്യേക പരിഗണന ഉണ്ടാകുന്നതായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, കുടുംബം പിന്തുണയില്ലാത്തവർക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കുക. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭവന അരക്ഷിതാവസ്ഥ ഒഴിവാക്കുക, അപകട സാധ്യത കുറയ്ക്കുക, സുരക്ഷിത ജീവിതം ഉറപ്പാക്കുക. ഡിജിറ്റൽ ആൻഡ് സാമൂഹിക ഉൾപ്പെടുത്തലും ഈ പദ്ധതിയിലുണ്ട്. പണം മാത്രമല്ല, ബന്ധങ്ങളെയും ആത്മവിശ്വാസത്തെയും കൂടി ശ്രദ്ധിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരത, സ്മാർട്ട് ഫോൺ ഉപയോഗം, UPI, ഓൺലൈൻ ബാങ്കിംഗ്, സർക്കാർ പോർട്ടലുകൾ. ഇതിലൂടെ സാമൂഹിക പിന്തുണയുമുണ്ട്. കമ്മ്യൂണിറ്റി സെന്ററുകൾ, പ്രാദേശിക പരിപാടികൾ. ഒറ്റപ്പെടൽ കുറയ്ക്കുന്നതും ഇതിലൂടെ ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ബന്ധം നിലനിർത്തുന്നത് അത്യാവശ്യമാണ്. യോഗ്യത എന്തെല്ലാമെന്ന് നോക്കാം. 60 വയസ്സും അതിൽ കൂടുതലുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് യോഗ്യത ഉള്ളത്. വരുമാന പരിധികൾ, മറ്റ് പെൻഷനുകൾ, സംസ്ഥാന കേന്ദ്ര നിബന്ധനകൾ എല്ലാം സർക്കാർ മാർഗനിർദ്ദേശം അനുസരിച്ചായിരിക്കും. ഇതിനുള്ള അപേക്ഷാ പ്രക്രിയ എങ്ങനെയാണ്? പദ്ധതി ആരംഭിച്ച ശേഷം ഓൺലൈൻ അപേക്ഷയായിരിക്കും ഉണ്ടാവുക. ഓഫ്ലൈൻ അപേക്ഷ അക്ഷയ സെന്ററിലൂടെയോ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയോ ചെയ്യാവുന്നതാണ്. ഇതിനായുള്ള ആവശ്യമായ രേഖകൾ എന്തെല്ലാം എന്ന് നോക്കാം. ആധാർ, ബാങ്ക് അക്കൗണ്ട്, വയസ്സ് തെളിയിക്കുന്ന രേഖ, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ വയ്ക്കേണ്ടതുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും 9,000 ഉറപ്പാണോ എന്നത്? അല്ല, യോഗ്യത അനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഈ പദ്ധതി ലഭിക്കുക. നിലവിലുള്ള പെൻഷൻ ഉടമകൾക്ക് അർഹതയുണ്ടാകുമോ? സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ചിലപ്പോൾ ലയിപ്പിച്ചേക്കാം. സർക്കാർ ആശുപത്രികളിൽ മാത്രമാണോ ചികിത്സ ലഭിക്കുക? അല്ല, എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടുന്നതായിരിക്കും. അപേക്ഷ നിർബന്ധമാണോ? അതെ,
പദ്ധതി ആരംഭിച്ച ശേഷം തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ. ഈ പദ്ധതി എപ്പോഴാണ് ആരംഭിക്കുന്നത്? 2026 ഔദ്യോഗിക അറിയിപ്പിന് വിധേയമായ ശേഷമാണ് ഇത് തുടങ്ങുക. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും മെഡിക്കൽ പണപ്പെരുപ്പവും ദീർഘായുസ്സും വിരമിക്കലും ജീവിതം വെല്ലുവിളിയാക്കിക്കൊണ്ടാണ് ഓരോ പൗരന്മാരും ഉള്ളത്. മുതിർന്ന പൗരന്മാരുടെ ആജീവനാന്ത സംഭാവനകളെ അംഗീകരിക്കുന്ന ഒരു ശക്തമായ സാമൂഹിക പ്രതിബദ്ധതയാണിത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്